പടമായിരുന്നു, അടിപൊളി പടമായിരുന്നു. എല്ലാ ഇമോഷൻസും നന്നായി കവർ ചെയ്തു. ഫാമിലി ഉണ്ട്, കോമഡി ഉണ്ട്, ഓൾസോ ലിറ്റിൽ ബിറ്റ് ഓഫ് റൊമാൻസ്, ഇമോഷണൽ ഡെപ്ത്, പിന്നെ ഒരു സോഷ്യൽ ഇഷ്യൂ നന്നായി അഡ്രസ് ചെയ്തു. പടത്തിന് എന്തൊക്കെ ആകുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഓവറോൾ ഐ റിയലി ലൈക്ക് ദ മൂവി. വളരെ നൈസായിരുന്നു. ലൈക്ക് ആ ഇമോഷണൽ വേരിയേഷൻസും എല്ലാം കവർ ചെയ്തിട്ട് ഭയങ്കര ഒരു ഡെപ്ത് തോന്നുന്നുണ്ട്. പിന്നെ ആളുടെ ക്യാരക്ടറിനോട് നമുക്ക് അസോസിയേഷൻ തോന്നുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അടിപൊളിയാണ്, നല്ല പടം. ഫാമിലിക്ക് കുറക്കാൻ നല്ല സിനിമയാണ്. കോമഡിയാണ്, കോമഡി ഉണ്ട്, ഫാമിലി മൂവിയാണ്. നമ്മുടെ എല്ലാം ഉണ്ട്. നല്ല പടമാണ്. എല്ലാവരും ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 150ാമത്തെ ചിത്രമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ അങ്ങനെയല്ല, സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും നല്ല സിനിമയാണ്. ബിൻഡോ എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറിൻ്റെ നല്ല ഷാരിസക്കാരുടെ എഴുത്തൊക്കെ കൊള്ളാം. നല്ല രീതിക്കുള്ള നല്ല പടം. നല്ല ഫാമിലി മൂവി ആയിരുന്നു. നല്ല പെർഫോമൻസസ് ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. നല്ല പടമാണ്. ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഭയങ്കര. നീ കണ്ടില്ലേ? എന്താ നിന്റെ അഭിപ്രായം പറ. ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു നല്ലൊരു പടം. എനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷം എല്ലാവരും കാത്തിരുന്നില്ല, പറയാറില്ലേ ദിലീപേണ്ട നല്ല പടം, ദിലീപേണ്ട നല്ല പടം. ഇതൊരു മികച്ച പടം, എന്തായാലും കാണാം. ബിൻഡോ പുതിയ സംവിധായകൻ മലയാള സിനിമയിൽ. എനിക്ക് ഭയങ്കര എൻ്റെ ചീഫായിരുന്നു, അവനിപ്പോൾ ഡയറക്ടറായി. ബിൻഡോ സ്റ്റീഫൻ ഡയറക്ടർ. കാണാം, പ്രിൻസ് ആൻഡ് ഫാമിലി. അടിപൊളി കാണാം. ഫാമിലി പടമാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഫാമിലി പടമാണ്. ദിലീപേണ്ട പ്രകടനം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ട്. പടം നല്ല മൂവിയാണ്. ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ വന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഫാമിലി ആയിട്ട്. ഇല്ല, നല്ല സിനിമയാണ്. ഇതൊരു സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മുടെ ഫാമിലിനെ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. നല്ല രസമുണ്ട്. ദിലീപ് നല്ലൊരു ഫാമിലി എൻ്റർടൈനാണ്. നല്ല ഹ്യൂമറുണ്ട്. ഈ ഓവറായിട്ടുള്ള ഹ്യൂമറൊന്നുമല്ല, നല്ല ഭംഗിയുള്ള ഹ്യൂമർ. ദിലീപേട്ടൻ നല്ല ഫൈൻ പെർഫോമൻസ് ആണ്. നല്ല മൂവി. ദിലീപേട്ട 150ാമത്തെ ചിത്രമാണല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ തുടക്കം ഒരു ഇൻട്രോ ഇതുണ്ട്. ദിലീപേട്ട പല സിനിമകളിലെ ഫോട്ടോസ് നല്ല രസമുണ്ട് ആ ഇൻട്രോ കാണാനൊക്കെ. അപ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ മൂവി 150ാമത്തെ മൂവിന്ന് മാത്രമല്ല, ഇത് വളരെ മനോഹരമായ മൂവിയാണ്. ഷാരിസിൻ്റെ റൈറ്റർ എൻ്റെ ബാറ്റ്സ്മേറ്റാണ്. അപ്പോൾ ഷാരിസിൻ്റെ വേറൊരു നല്ല സിനിമ നന്നായിട്ടുണ്ട്. വാസന നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ട്.